നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ കോർപ്പറേഷൻ വികസന സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷവും ഡെപ്യൂട്ടി മേയറും സദസ്സ് ബഹിഷ്കരിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാർജൻ. ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിതമായി കളക്ടർ അതിഥിയായി എത്തി. ശബരിമല സ്വർണ്ണമോഷണം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ, മണ്ണുത്തി, നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ വികസന സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വികസന സദസ്സ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷവും ഡെപ്യൂട്ടി മേയറും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ സെക്രട്ടറി ഡോക്ടർ VP ഷിബു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. സദസ്സിനോടനുബന്ധിച്ച് നിലവിലെ കോർപ്പറേഷൻ ഭരണസമിതി നടപ്പിലാക്കിയ പ്രധാന പ്രവൃത്തികളുടെ പ്രദർശനം, വിവരണങ്ങൾ, കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. അതേസമയം പ്രതിപക്ഷം വികസന സദസ്സ് ബഹിഷ്കരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉൾപ്പെടെ ചില ഭരണപക്ഷ കൗൺസിലർമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. 10 വർഷക്കാലത്തെ തൃശൂർ കോർപ്പറേഷന്റെ അനുഭവങ്ങൾ, തൃശൂർ കോർപ്പറേഷന്റെ മുന്നേറ്റം, തൃശൂർ കോർപ്പറേഷൻ നേടിയ നേട്ടങ്ങൾ, ഇതെല്ലാം ബഹുമാന്യായ മേയർ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം വർത്തമാനങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വികസന സദസ്സുകളിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ, നേടേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നതും അതാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതിയ ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങി ആ കുട്ടിയുടെ വിജയം മാതാപിതാക്കളുടെ മുമ്പിൽ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നത് പോലെയാണ് ഓരോ വികസന സദസ്സുകളിലും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് പൊതുസമക്ഷം അവതരിപ്പിക്കുന്നു. ആ നിലയ്ക്ക് തൃശൂർ കോർപ്പറേഷന് കേരളത്തിനാകെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളുടെ ഉടമസ്ഥരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് മാതൃകകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവച്ച് അവരും അത് ഏറ്റെടുത്ത് അനുകരണീയമായി നടപ്പാക്കി എന്നുള്ളതിൻ്റെ ഒരു ചാമ്പ്യനായി തീരാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വികസന സദസ്സിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ സ്ഥിരമായി തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ, തൃശ്ശൂർ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു സ്ഥിരം പരാതിയും പല്ലവിയും ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേനൽക്കാലമായാൽ കുടിവെള്ളമില്ല, അല്ലേ? കുടിവെള്ളമില്ല. പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നങ്ങൾ, പൈപ്പ് പൊട്ടലുകൾ, നിരവധി സ്ഥലങ്ങളിൽ വെള്ളമെത്താത്തത് കൊണ്ട് മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിലെ കുടിവെള്ളക്ഷാമം. നിങ്ങൾ നോക്കൂ, ഈ നാളുകളിൽ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ നാളിലായാലും ഈ സമയത്തായാലും തൃശ്ശൂർ കോർപ്പറേഷനിലെയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ തന്നെ അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലടക്കം ഈ വെള്ളമല്ലേ അവിടേക്ക് അങ്ങനെ എത്തുന്നത്, അല്ലേ? അവിടെ അടക്കം അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത വരുത്തിയുള്ള ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പീച്ചി ഗവൺമെന്റ് റെസിഡൻഷ്യൽ ITI നിർമ്മാണം സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നു.
പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ചുള്ള നിർമ്മാണ പ്രക്രിയയുടെ ഉദ്ഘാടനം 2026 ജനുവരിയിൽ നടത്തുവാൻ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ തീരുമാനമായി. പി.ജി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്ത് ഇറിഗേഷൻ വകുപ്പാണ് കഴിഞ്ഞ ദിവസം ITIക്ക് വേണ്ടി 3 ഏക്കർ ഭൂമി കൈമാറിയത്. 3100 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലാണ് ഇവിടെ ITIക്ക് കെട്ടിടം നിർമ്മിക്കുക. 2 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ഒല്ലൂർ MLA കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവരും ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു, തൊഴിൽ പരിശീലന വകുപ്പ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ്, തൊഴിൽ പരിശീലന വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ജെ ചന്ദ്ര, അഡീഷണൽ ഡയറക്ടർ വാസുദേവൻ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. പിണറായി സർക്കാർ ശബരിമല വിശ്വാസികളോട് കൊടും ക്രൂരതയാണ് കാണിച്ചത്. ചെയ്ത പാപം തീരാനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ഇപ്പോൾ അവർ കൊടിയ പാപികളായെന്നും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ നീതിക്കുവേണ്ടി വിശ്വാസ സമൂഹത്തോടൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിന് നേതൃത്വം കൊടുത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്ന പന്തം കൊളുത്തി പ്രകടനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, A. പ്രസാദ്, KB ശശികുമാർ, IP പോൾ, രാജൻ പല്ലൻ, രവി താണിക്കൽ, KH ഉസ്മാൻ ഖാൻ, MS ശിവരാമകൃഷ്ണൻ, K. ഗിരീഷ് കുമാർ, KP രാധാകൃഷ്ണൻ, ജേക്കബ് പുലിക്കോട്ടിൽ, അഡ്വക്കേറ്റ് ആഷിഖ് മൂത്തേടത്ത്, ജോർജ് ചാണ്ടി, K. ഗോപാലകൃഷ്ണൻ, സുനിത വിനോ, സിന്ധു ചാക്കോള, മേഴ്സി അജി, ബിന്ദു കുമാരൻ, ഹാപ്പി മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് വിശ്വാസ സംഗമം നടന്നു വരുന്നു. നിങ്ങൾക്കറിയാം, ഇതിന് നിദാനമായ കാര്യങ്ങൾ. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ മുതലുകളെല്ലാം കൊള്ളയടിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ട, അയ്യപ്പന്റെ മുതലുകെട്ട ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുക. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ രാജിവെക്കുക. ഇവരെ സംരക്ഷിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ പിണറായി സർക്കാരിനെതിരായി പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. അറിയാം, 1998 അവിടെ ശ്രീ സ്വർണ്ണഭൂഷൺ തുടങ്ങി അന്ന് വിജയ് മല്യ എന്നും കൊടുത്തുകൊണ്ട് ആ പള്ളിയായി അന്നത്തെ ദ്വാരപാലക ശില്പത്തിന്റെ മുതൽ കട്ടിടപ്പടിയിലെ എന്നിവ ചെന്നൈയിലെ അവിടെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുചെന്നപ്പോൾ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുവയ്ക്കുമ്പോഴും അതിൽ തൂക്കം കുറവായിക്കൊണ്ട് ആ അവിടെ വിശ്വാസ സംഗമവുമായി ബന്ധപ്പെട്ട് സംഗമം ആ സംഗമത്തെ തുടർന്നുണ്ടായ കേസുകളിൽ ബഹുമാനപ്പെട്ട ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിത അതിഥിയായി ജില്ലാ കളക്ടർ. ലോക തപാൽ ദിനത്തിൽ നടത്തറ ഗ്രാമപഞ്ചായത്തിലെ പൂച്ചട്ടി AKM HSS സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാൻ അപ്രതീക്ഷിതമായി ഒരു അതിഥിയെത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനാണ് തപാൽ ദിനത്തിൽ അപ്രതീക്ഷിതമായി പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാനെത്തിയത്. കഴിഞ്ഞ വർഷം തപാൽ ദിനത്തിൽ ജില്ലാ കളക്ടർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കത്തെഴുതിയിരുന്നു. കളക്ടറെ കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ കത്തെഴുതിയത്. കത്തിന് മറുപടി എഴുതിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തപാൽ ദിനത്തിൽ ആശംസകൾ എഴുതിയ കുട്ടികളെ അഭിനന്ദിക്കുകയും കളക്ടറേറ്റിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ആ കൂടിക്കാഴ്ച നടന്നില്ല. മറ്റൊരു തപാൽ ദിനത്തിൽ നടത്തറ ഗ്രാമപഞ്ചായത്തിലെ AKM HSS പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അതിഥിയായെത്തി. അപ്രതീക്ഷിതമായെത്തിയ അതിഥി വിദ്യാർത്ഥികളോട് സംവദിക്കുവാനും കൂട്ടുകൂടുവാനും തുടങ്ങിയതോടെ പൂച്ചട്ടി സ്കൂളിലെ കുട്ടിക്കൂട്ടങ്ങൾക്ക് ഇരട്ടി സന്തോഷം. വിദ്യാർത്ഥികളുമൊത്ത് ഫോട്ടോ എടുത്തും വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകിയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മടങ്ങിയത്.
പ്രധാന അധ്യാപിക PB ബബിത, നടത്തറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭിലാഷ് PK, PTA വൈസ് പ്രസിഡന്റ് സുബിൻ VS, സ്കൂൾ അധ്യാപികമാരായ TK ലത, ജിൻസി ജോർജ്, ബിന്ദു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സെബി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. രക്ഷവേണം കർഷകനെ എന്ന മുദ്രാവാക്യമുയർത്തി കേരള പ്രദേശ് കർഷക കോൺഗ്രസ് വാഹന പ്രചരണ ജാഥ ചേലക്കരയിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തും. E വേണുഗോപാൽ, KPCC, DCC ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും. നെല്ല് വില 35 രൂപയാക്കുക, റബ്ബർ വില 250 രൂപയാക്കുക, കൃഷികൾക്ക് സബ്സിഡികൾ അനുവദിക്കുക, വന്യമൃഗ ശല്യങ്ങളിൽ നിന്നും കൃഷിയെയും കർഷകരെയും രക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് 14 ജില്ലകളിലും വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ മഞ്ജുഷ് മാത്യു, ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി റോയ് K ദേവസി, ഷാജി ചിറ്റിലപ്പള്ളി, KN സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്ന് വൈദ്യുതി കമ്പിയിൽ വീണ് ഏറെ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. അപകടത്തിൽ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപ്പൊരി ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നത് വൻ അപകടമൊഴിവായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകുവാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നു പോകുവാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ലോറി പുറകിലേക്ക് മാറ്റിയത്. റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്ന് ഗേറ്റ് എടുത്തുമാറ്റി. അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയർ വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി. അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടുവെങ്കിലും 2:30യോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിഞ്ഞാലക്കുട ഊരകം റോഡിലെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. വരദരപ്പിള്ളി ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് ഉടമ കല്ലുപാലത്തിങ്കൽ കൊച്ചുമോനിൽ നിന്ന് 7 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തിരികെ നൽകാതിരുന്ന ആൾക്കെതിരെ വരദരപ്പിള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം വരദരപ്പിള്ളി കടലാശ്ശേരി വീട്ടിൽ അനന്തകൃഷ്ണനെതിരെയാണ് വഞ്ചനാ കുറ്റത്തിന് പോലീസ് കേസെടുത്തത്. 2022 കേസിനാസ്പദമായ സംഭവം. കൊച്ചുമോന്റെ ഡ്രൈവറായ അനന്തകൃഷ്ണൻ പണത്തിന്റെ ആവശ്യത്തിനായി 1 പവൻ വീതം തൂക്കമുള്ള 7 സ്വർണ്ണവളകൾ വാങ്ങിക്കൊണ്ടുപോയി പണയം വെച്ച് തിരികെ നൽകിയില്ലെന്നാണ് പരാതി. സംഭവം നടന്ന് 2 വർഷം പിന്നിട്ടിട്ടും പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിക്കാതെ വന്നതോടെ കൊച്ചുമോൻ ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇയാൾക്കെതിരെ പോലീസ് ഭാരതീയ ന്യായ് സംഹിത വകുപ്പുകൾ പ്രകാരം വരദരപ്പിള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. തലക്കോട്ടുകര ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ഷിൻഡോ പാറയിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഒക്ടോബർ 19 ഞായർ തിരുനാൾ ദിനം വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീൻ, നൊവേന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ ദിനമായ ഒക്ടോബർ 19 ഞായറാഴ്ച രാവിലെ 6:30 9:30 ദിവ്യബലി, 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തയ്യൂർ നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികനായിരിക്കും. തിരുനാൾ സന്ദേശം നൽകുന്നത് വേലൂർ അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ജോസ് തച്ചിൽ ആയിരിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച, ആശീർവാദം, ഊട്ടുവിതരണം എന്നിവ നടത്തപ്പെടുന്നതാണ്. തിരുനാൾ ജനറൽ കൺവീനർ റിൻഡോ കുറ്റിക്കാട്ടിനോടൊപ്പം എല്ലാ കമ്മിറ്റി കൺവീനർമാരും സന്നിഹിതരായിരുന്നു. ഇടവക കൈക്കാരന്മാരായ റിന്നി കുറ്റിക്കാട്ട്, ജോയ് കുറ്റിക്കാട്ട്, ജെയ്സൺ കൊള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP ബോയ്സ് സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടന സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ആനപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് 16 രാവിലെ 11 മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. സേവ്യാർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. ചെയർപേഴ്സൺ ഷീല മോഹനൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, PTA പ്രസിഡന്റ് സിറാജ് മാരാത്ത്, മദർ PTA അനീഷ് A ജ്യോതി, VK വിനീത്, VC PTA വൈസ് പ്രസിഡന്റ് അഭിജിത്ത്, ഗവൺമെന്റ് LP സ്കൂൾ HM സ്റ്റെല്ല തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ 41ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം 2025 ഒക്ടോബർ 11-12 തീയതികളിൽ അഡ്വക്കേറ്റ് പൂന്തുറ സോമൻ നഗറിൽ വെച്ച് നടത്തപ്പെടുന്നു. മത്സരത്തിൽ 35ഓളം കളരികളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ഏകദേശം 420-ൽ പരം ആൺകുട്ടികൾക്കും പെൺകുട്ടികളും മാറ്റുരയ്ക്കുന്നു. മത്സരം ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്
KR സാംബശിവൻ അവറുകൾ ഉദ്ഘാടനവും ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. മുഖ്യപ്രഭാഷകനായി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KP കൃഷ്ണദാസ് ഗുരുക്കളും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനദാനവും നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് കോർപ്പറേഷൻ മണ്ണുത്തി വ്യാപാര ഭവന് മുന്നിൽ പണിയുന്ന കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ തകർന്നു കിടക്കുന്ന പല റോഡുകളുടെയും പണികളും തുടങ്ങിയിട്ടുണ്ട്. ഒരു കൊല്ലം മുൻപ് വ്യാപാര ഭവൻ ബിൽഡിംഗിന് മുൻപിൽ ഒഴിഞ്ഞുകിടന്ന സ്ഥലത്ത് ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്ത് തരംതിരിച്ച് നീക്കം ചെയ്യുന്നതിനാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊതു ശൌചാലയമായും ഉപയോഗിക്കുന്നതിന്റെ പണികളും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് കഴിയാവുന്നത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമല്ലോ, അതാണല്ലോ വഴക്കവും. ശബരിമല സ്വർണമോഷണ കേസിൽ പ്രതിഷേധിച്ച് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ച പരിപാടി DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കല്ലും മുള്ളും സ്വാമിക്ക്, സ്വർണമെല്ലാം ഞങ്ങൾക്ക് എന്നതാണ് സഖാക്കളുടെ പുതിയ മുദ്രാവാക്യമെന്നും ശബരിമലയിൽ നടന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്നും അയ്യപ്പന്റെ സ്വത്ത് കക്കുന്നവർക്ക് ചൂട്ടുപിടിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്നും 2023 ഫിനാൻസ് വിങ്ങിന്റെ റിപ്പോർട്ട് പ്രകാരം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വരവ് ചെലവുകളെ കുറിച്ചുള്ള കണക്കുകളും സർക്കാരിന്റെ കൈവശമില്ലാത്തത് ശബരിമലയിൽ മാത്രമല്ല സർക്കാർ കൊള്ളയടിച്ച് എന്നതിന്റെ സൂചനയാണിതെന്നും ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി ML ബേബി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കാട്ടുങ്കൽ, ES അനിരുദ്ധൻ, EP സുധാകരൻ, ബാലകൃഷ്ണൻ, ഷേർലി മോഹനൻ, VA കൃഷ്ണൻ, രവീന്ദ്രൻ പട്ടത്താട്ടിൽ, ജോയ് കുളങ്ങര, ശോഭന വിദ്യാസാഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു തരങ്ങളിൽ ഏതൊക്കെ തലത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും? വീട് പണിയുന്നവന് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് അടച്ചിട്ട വീടിനും പുതിയ വീടിനും എല്ലാം നികുതികൾ വർദ്ധിപ്പിച്ച് സകല മേഖലകളിലും വർധനവും മാത്രം ശീലമാക്കിക്കൊണ്ട് ആ പണം കൊണ്ട് നമ്മളെ കൊള്ളയെടുക്കുന്ന ഒരു ഗവൺമെന്റായി മുന്നോട്ട് പോകുന്ന ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഭക്തജനങ്ങളുടെ കാണിക്ക പോലും കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് അധംപതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കേരളത്തിലെ സഖാക്കന്മാരുടെ മുദ്രാവാക്യം മാറിയിരിക്കുന്നു. ഇന്നലെ വരെ ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചിരുന്ന DYFI-കാരനും CPM-കാരനും ഇപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം കല്ലും മുള്ളും സ്വാമിക്ക്, സ്വർണമെല്ലാം ഞങ്ങൾക്ക് എന്നാണ് കേരളത്തിലെ സഖാക്കന്മാർ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് കേരളത്തിലെ പോലീസിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ MLA TJ സനീഷ് കുമാർ, M വിൻസെന്റ്, അതുപോലെ തന്നെ റോജി M ജോൺ തുടങ്ങിയ MLA-മാർ, വാച്ചൻ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ മർദ്ദിച്ചപ്പോൾ അവർ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. കേരളത്തിലെ നിയമസഭയ്ക്കകത്തുള്ള ആളുകളോട് ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലുള്ള ഈ കഴി ലോക മാനസികാരോഗ്യ ദിനം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. DMO ഡോക്ടർ TP ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KR ബേബി ലക്ഷ്മി, ഡോക്ടർ സജീവ് കുമാർ, HDC മെമ്പർമാരായ ജെയിംസ് മുട്ടിക്കൽ, CJ വിൻസെന്റ്, UJ തോമസ്, ബഫീഖ് ബക്കർ, വിശാലാക്ഷി, K രാധാകൃഷ്ണൻ, ഡോക്ടർ SV സുബ്രഹ്മണ്യൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. മഞ്ഞ
8-ന് കോർപ്പറേഷൻ സ്റ്റേഡിയം നവീകരണം ചർച്ച ചെയ്യുവാൻ വിളിച്ച യോഗത്തിൽ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഫുട്ബോൾ മൈതാനത്തിന് ചുറ്റുമുള്ള ഫെൻസിംഗ് മാറ്റണമെന്ന നിർദ്ദേശം അംഗീകരിക്കുവാൻ യോഗം കൂട്ടാക്കിയില്ല. ഫെൻസിംഗ് നീക്കം ചെയ്യാതെ നവീകരണം മുന്നോട്ടു പോയാൽ പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ KS ഹരിദയാൽ, EU രാജൻ, V ഹേമലത, രാജൻ ജോസഫ് തുടങ്ങിയവർ അറിയിച്ചു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പുത്തൂർ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജോണി ചിറയത്ത്, കാവ്യ രഞ്ജിത്ത്, അൽജു ചാണ്ടി, വിനീഷ് പ്ലാശ്ശേരി, ഒ ശോഭചന്ദ്രൻ, ഷാജു തൊമ്മാന, നോബിൻ തച്ചേലിക്കര, UK സദാനന്ദൻ, റെജി ജോർജ്, ഡിൻഡോ മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയുടെ 9ഓളം ആനുകൂല്യങ്ങൾ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിലേക്കായി നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളി അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ടി ജോൺ, മെമ്പർമാരായ സിമി സോഫി, മിഥുൻ, ജെയ്മി, വിഇഒ ഷാജു, തൊഴിലുറപ്പ് കൺവീനർ ഗ്രേസി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലിജു, തൊഴിലുറപ്പ് അക്കൗണ്ടന്റ്മാരായ അഞ്ജന, ഷർമിള, ഓവർസീർമാരായ ഷിൻഡോ, എൽസി, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരല്ല, അല്ലാത്തവരൊക്കെ ആണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ഉണ്ടാകും. ഇങ്ങനെയുള്ള ക്ഷേമനിധി അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ ഇതിൽ കൂടി അംഗത്വം എടുക്കുമ്പോൾ ആ
പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം ഒരു പെൻഷനെ കിട്ടും. കൂടാതെ നമുക്കിതിൽ കിട്ടുന്നത് പ്രസവാനുകൂല്യങ്ങൾ, കുട്ടികളുടെ, അതുപോലെ തന്നെ വിവാഹ സഹായത്തിനുള്ളത്, അവർക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ബാധിച്ച് ചികിത്സ, നിരവധി സഹായങ്ങൾ ഈ ക്ഷേമനിധിയിലുണ്ട്. 50 രൂപയാണ് ഒരു മാസം നമുക്ക് അടയ്ക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അതിന് ക്ഷേമനിധി നിങ്ങൾ ഈ പറയുന്ന 40 പേര് നമ്മുടെ മേറ്റുമാർക്ക് കീഴിലുള്ള തൊഴിലാളികൾ ആരാണ് എന്ന് നോക്കി ഈ മാസം തന്നെ അംഗത്വം പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ അവിടെ ആലോചിക്കണം. അത് ചെയ്യണം. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ വെച്ച് മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ MG രാജൻ, ഭാസ്കരൻ K മാധവൻ, ജോണി ആര്യമ്പൂർ, ബേബി പാലോലിക്കൽ, RA ഭാവ, ജോസ് പുലിക്കോട്ടിൽ, PV ഹരിദാസ്, CV സുമേഷ്, സഫിയ നിഷാദ്, സഫിയ ജമാൽ, രാജേഷ് VR, സ്റ്റാൻലിൻ TF തുടങ്ങിയവർ നേതൃത്വം നൽകി. അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രം ഈ ജന്മത്തിൽ പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ ഈ സമരം, ഈ മണ്ണുത്തി ഈ പ്രധാനപ്പെട്ട ഈ പിടിച്ചെടുക്കുക വേഗമായ എല്ലാവിധ അഭിനന്ദനങ്ങളുണ്ട്. ഈ വലിയ സമരം ജ്വാല ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ കോർപ്പറേഷൻ വികസന സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷവും ഡെപ്യൂട്ടി മേയറും സദസ്സ് ബഹിഷ്കരിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാർജൻ. ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിതമായി കളക്ടർ അതിഥിയായി എത്തി. ശബരിമല സ്വർണ്ണമോഷണം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ, മണ്ണുത്തി, നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.